സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. വയനാട്ടിലും കോഴിക്കോടും മഴക്കെടുതികൾ രൂക്ഷം. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മുത്തങ്ങ ദേശീയപാതയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി. രാത്രിയോടെ റോഡിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത് ഇന്ന് പുലർച്ചെ. രക്ഷപ്പെടുത്തിയത് 400ഓളം യാത്രക്കാരെ. തിരുവനന്തപുരത്ത് ഒരാൾക്കു കൂടി കോളറ സ്ഥിരീകരിച്ചു. രോഗബാധ മെഡിക്കൽ കോളേജിലെ കോളറ രോഗികളെ ചികിത്സിച്ച നഴ്സിന്റെ ഭർത്താവിന്. നെയ്യാറ്റിൻകര ഹോസ്റ്റലിലെ രോഗബാധയുടെ ഉറവിടം കുടിവെള്ള ടാങ്കെന്നും കണ്ടെത്തി. കോഴിക്കോട് ഫിസിയോതെറാപ്പിക്കെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പരാതി. പീഡനം നടന്നത് ബീച്ച് ആശുപത്രിയിൽ. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മഹേന്ദ്രനെതിരെ കേസ്. പ്രതി ഒളിവിൽ. യുപിയിൽ യോഗിക്കെതിരായ നീക്കങ്ങൾ സജീവമാകുന്നതിനിടെ കേന്ദ്രത്തിന്റെ ഇടപെടൽ. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളുടെ യോഗം വിളിച്ച നരേന്ദ്രമോദി. മോദിക്കെതിരായ മോഹൻ ഭാഗവതിന്റെ പരാമർശം ആയുധമാക്കി കോൺഗ്രസ്. വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ചാമ്പ്യന്മാരായ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. മത്സരം രാത്രി 7 മണിക്ക് ദംബുള സ്റ്റേഡിയത്തിൽ.